ഹായ് സ്റ്റുഡൻസ്, MTCSRലെ മൊഡ്യൂൾ 1ലെ നെക്സ്റ്റ് പോർഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടുകളിലായി നമ്മൾ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തിയറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ സെറ്റ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു മാനേജറിനെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാനേജ്മെൻറ്റ് അസംബിളായിട്ടും അതുപോലെ തന്നെ കോർഡിനേഷൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഏതൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്ത് കണ്ടാണ് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? മെൻ, മണി, മെറ്റീരിയൽ, മെത്തേഡ് ആൻഡ് മെഷീൻസ്, ഇത്തരം റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാനർ, അതായത് ബെസ്റ്റ് നല്ല രീതിയിലോട്ട് യൂട്ടിലൈസ് ചെയ്ത് കണ്ട് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് മാക്സിമം ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിലോട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്. അതാണ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആയി വരുന്നത്. നെക്സ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ്, മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു പീപ്പിൾ. അതായത് മേരി പാർക്കർ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ പീപ്പിൾസ് ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സ്, അതായത് മാനേജ്മെൻറ്റ് അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും ആർട്ടുകൾ, അതായത് കല, അവരെ കൊണ്ട് മാക്സിമം നല്ല രീതിയിലോട്ട് ജോലി എടുപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സബോർഡിനേറ്റ്സിൻ്റെ കല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സബോർഡിനേറ്റ്സിൻ്റെ കല കൊണ്ടാണ് ആ ഒരു ആർട്ട് കൊണ്ടാണ് ഈ ഒരു മാനേജ്മെൻറ്റ് നല്ല രീതിയിലോട്ട് പോകുന്നത്. അപ്പം ഇതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ഫങ്ഷണൽ കോൺസെപ്റ്റ്. ഇതിവിടെ ഒരു പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹെൻറി ഫയോളിൻ്റെ അക്കോർഡിംഗ് പ്രകാരം ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ. അതായത് നമ്മൾ മാനേജ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോർകാസ്റ്റ് ചെയ്യാം, മുൻകൂട്ടി കണ്ട് അവിടെ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ടു ഓർഗനൈസ്, എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ടു കമാൻഡ്, സബോർഡിനേറ്റ്സിനോട് കമാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു കോർഡിനേറ്റ്, അവരുമായിട്ട് ഒരു കോർഡിനേഷൻ ചെയ്യുന്നു. ആൻഡ് ടു കൺട്രോൾ, അവരെ കൺട്രോൾ ചെയ്ത് പോകുന്നു. അതാണ് ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ്. സോഷ്യലിലോട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഓരോ പീപ്പിൾസിനെയും റിക്രൂട്ട് ചെയ്യുന്നു, ഹയർ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുവഴി നമ്മൾ ഓരോ എംപ്ലോയീസിനെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അപ്പോൾ ഒരു ഹ്യൂമൻ റിലേഷൻ അവിടെ ഉണ്ടാകുന്നു. അതായത് ഓരോരുത്തർക്ക് ജോലി കൊടുത്ത് അവരെ ഡെവലപ്പ് ആക്കുന്നു. അതൊരു സോഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ് ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ മാനേജർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വേണ്ടത് നിർബന്ധമാണ്. കാരണം ഈ ഒരു മാനേജറിൻ്റെ റോൾ എന്ന് പറയുന്നത് അവിടെ റോൾസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ റൂളുകൾ, ഡിസിഷൻ മേക്കിങ്, ഇത് മെയിനായിട്ട് ഇതിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ ഒരു മാനേജേഴ്സാണ്. അതുപോലെ തന്നെ റൂൾസ് ഉണ്ടാക്കിയിട്ട് ഓരോ ഡിസിഷൻസ് മേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാനേജേഴ്സ് എന്ത് ചെയ്യാണ്? സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൊണ്ട് അവിടെ പണിയെടുപ്പിക്കണം. ഓരോ റൂൾ ഉണ്ടാക്കുന്നു, അത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അതാണ് മാനേജേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ചോയ്സുകളായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് അതിന് കുറേ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മാനേജർ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ ഏതാണെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു മാനേജറിൻ്റെ റോളുകൾ ഒരു ഓർഗനൈസേഷനിൽ. നാലാമത്തത് പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജർ ഏറ്റവും വേണം എന്നുള്ളൊരു ആവശ്യകത ഇവിടെയാണുള്ളത്. കാരണം നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് അവിടെ എന്താണോ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാനേജറാണ് ഓരോ എംപ്ലോയിനെ കൊണ്ടും അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടും അവരെ എഫിഷ്യൻസി, അവരെ സ്കില്ലുകളൊക്കെ പുറത്തെടുപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഹൈ പ്രൊഡക്ടിവിറ്റി
ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ആക്കുന്നത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു എംപ്ലോയീസ് ഡീമോട്ടിവേറ്റ് ആകുന്നു, പ്രൊഡക്ടിവിറ്റിന്റെ എണ്ണം കുറയുന്നു, അത് നമ്മുടെ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു. ഒരു മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എംപ്ലോയീസ് മോട്ടിവേറ്റ് ആകുന്നു, അവരുടെ പെർഫോമൻസ് ലെവൽ കൂടുന്നു, അവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന വഴി ഒരു എംപ്ലോയിന്റെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാണ്. അതുവഴി പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അതാണ് പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിസ്റ്റം കോൺസെപ്റ്റ്. അതായത് ഇവിടെ പറയുന്നത് ഏതൊരു ലിവിങ് തിങ്സും നമ്മുടെ എൻവിറോൺമെന്റിന് ചുറ്റുമുള്ള ഏതൊരു ജീവമുള്ള ഏത് തിങ്സും എന്താണ് നമ്മുടെ എൻവിറോൺമെന്റുമായി ഗ്രോത്ത് ചെയ്യാനും സർവൈവ് ചെയ്യാനും, അതായത് നമുക്ക് ജീവിച്ചു പോവാനും, നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് മറികടന്ന് പോവാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ എൻവിറോൺമെന്റിനെ ചുറ്റിപ്പറ്റി അതിനെ പിടിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഈ സിസ്റ്റം കോൺസെപ്റ്റിൽ. അതുപോലെ തന്നെ നമ്മളൊരു ഓർഗനൈസേഷനിൽ എന്തോ ഉണ്ടായിക്കോട്ടെ, എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും മാർക്കറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു, ടെക്നോളജി പരമായിട്ട് അങ്ങനത്തെ ക്രിട്ടിക്കൽ എൻവിറോൺമെൻറ്റ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എൻവിറോൺമെൻറ്റിനെ ചുറ്റിപ്പറ്റി എന്താണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ചേഞ്ചസുകളൊക്കെ വരുത്താം. അതായത് എൻവിറോൺമെൻറ്റിൽ എന്ത് ചേഞ്ചാണോ വരുന്നത്, മാർക്കറ്റ് ക്രിട്ടിക്കൽ എന്ത് ചേഞ്ചാണോ വരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഇതാണ് മാനേജ്മെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. അതായത് ഒരു മാനേജ്മെന്റ് സ്വഭാവ സവിശേഷതകളാണ്. അതിൽ ഒന്നാമത്തത് യൂണിവേഴ്സാലിറ്റി. അത് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ഓർഗനൈസേഷനിലും, ഇനിയിപ്പോൾ അതൊരു ഓർഗനൈസേഷൻ ആവണം എന്നില്ല, അതായത് ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ആ ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇത്തരം മാനേജേഴ്സിനെ ഇവർ നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷനിൽ മാത്രം ആവണം എന്നില്ല ഈ ഒരു സെറ്റ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാവാം, അല്ലെങ്കിൽ ഈ ഒരു മതത്തിൻ്റെ അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളിൽ, ട്രസ്റ്റുകളിൽ, ഇവിടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മേലെ ഇവരെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒരു മാനേജർ ഉണ്ട്. അതാണ് യൂണിവേഴ്സാലിറ്റി. അതായത് ഇതെന്ന് പറയുന്നത് ഒരു പ്ലേസിനെ മാത്രം ആശ്രയം ആക്കിയിട്ടല്ല ഒരു മാനേജിനെ പ്രൊവൈഡ് ആക്കുന്നത്. നമ്മുടെ ലോകം മൊത്തമാകെ ഈ ഒരു ഫങ്ഷൻ ഉണ്ട്. മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു ആൾ അവിടെ ഉണ്ട്. അത് എവിടെ പോയാലും എല്ലാ സെറ്റ് ഓഫ് ഗ്രൂപ്പ്സിൻ്റെയും മേലെ ഒരു മാനേജർ ഉണ്ട്. അതാണ് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്താ, അതായത് ആ ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിനെ കൊണ്ട് മാക്സിമം അവരുടെ എഫിഷ്യൻസി ഈ ഒരു മാനേജ്മെന്റാണ് കൂട്ടിയെടുക്കുകയും അവർക്ക് അതിന് വേണ്ടിയുള്ള ഓറിയന്റേഷൻസും അവരെ കൂടുതൽ ഡെവലപ്മെന്റ് ഒക്കെ ആക്കിക്കൊണ്ട് അവരെ കൊണ്ട് ഈ ഒരു മാനേജ്മെന്റ് കുറച്ച് റൂൾസും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ചുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോളിനെ അച്ചീവ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ മാനേജറുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. നമ്മുടെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ആ ഒരു ഓർഗനൈസേഷന് എന്താണോ വേണ്ടത് ആ ഒരു വർക്കിനെ സബോർഡിനേറ്റ്സിനെ കൊണ്ട് മാനേജേഴ്സ് അച്ചീവ് ചെയ്തെടുക്കുന്നു. അതാണ് പർപ്പസ്. സോഷ്യൽ പ്രോസസ്സ്. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും ആ ഒരു ഓർഗനൈസേഷനിലോട്ട് വേണ്ട അതിന് അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ സെലക്ട് ആക്കാം. അപ്പോൾ ഇവർ ആ ഒരു എംപ്ലോയിൻ്റെ സ്കില്ലൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഓർഗനൈസേഷന് ഈ ഒരു എംപ്ലോയി അഡാപ്റ്റ് ആണ് എന്നുള്ള രീതിയിലോട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് മാനേജ്മെന്റ് ഈ ഒരു എംപ്ലോയിക്ക്, അതായത് ഇവിടെ ഫുൾ നമ്മൾ സോഷ്യൽ നിന്നാണ് ഒരു വ്യക്തിനെ എടുത്തുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ട ഓറിയന്റേഷൻസ് ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ് എന്ന് പറയുന്നുണ്ട്. നാലാമത്തത് കോർഡിനേറ്റിംഗ് ഫോഴ്സ്. അതായത് ഇവിടെ മാനേജ്മെന്റ് ആണ് ഓരോ വ്യക്തികളെയും, അതായത് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, അവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാണ്. അതായത് അസംബിൾ ചെയ്തുകൊണ്ടും അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും അവരെ കൊണ്ട് മാക്സിമം നമ്മളൊരു ഓർഗനൈസേഷന്റെ അച്ചീവ് ഗോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്.
അതായത് ഈ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ് അവരെ കൊണ്ട് അച്ചീവ് ചെയ്യിപ്പിക്കുക, അതായത് ആ ഒരു റിസോഴ്സസ് ആരൊക്കെയാണ്, മാൻ, മണി, മെറ്റീരിയൽസ്, മെത്തേഡ്സ് ആൻഡ് മെഷീൻസ്, ഇത്രയും റിസോഴ്സുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇവിടെ കോർഡിനേറ്റിംഗ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമാണ്, ഇൻടാഞ്ചിബിൾ ആണ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വർക്കേഴ്സിൻ്റെ ആണെങ്കിൽ അവരുടെ വർക്ക് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അവർ എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ അവർ എങ്ങനെ വർക്ക് ചെയ്തു, അതുപോലെ തന്നെ എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ള കാര്യം നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റൂല. ഇവിടെ നമുക്ക് മെഷർമെൻറ്റിൻ്റെ കേസിൽ അത് ഇൻടാഞ്ചിബിൾ ആണ്. പക്ഷേ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസിൻ്റെ കേസിൽ അതെന്താണ്, ടാഞ്ചിബിൾ ആണ്. അതായത് നമുക്കിവിടെ ഒരു മാനേജറിൻ്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രസൻസ് നമുക്കൊരു ഏതൊരു എംപ്ലോയിക്കും ഫീൽ ചെയ്യും. പക്ഷേ അവർ എത്രത്തോളം വർക്ക് ഇവിടെ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റൂല. അതാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഡിസിപ്ലിൻ. അതായത് ഇപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻ്റെയും ലൈഫ് ഗീവിങ് എലമെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ മാനേജ്മെന്റ് വേണം എന്നുള്ള ആ ഒരു കാര്യം നിർബന്ധമാണ്. കാരണം ഒരു മാനേജ്മെന്റിനാണ് അവിടുത്തെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ഒരു മാനേജർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്ന് തന്നെയാണ്. കാരണം ആ ഒരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്ത് കണ്ട് മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത് ആരാണ്, ആ ഒരു മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് ആണ് ലൈഫ് ഗീവിങ് എലമെന്റ്. അതായത് ഏതൊരു ഓണ്ടർപ്രൈസിനും ഒരു ലൈഫ് ഗീവിങ് എലമെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് തന്നെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മാനേജേഴ്സിന്റെ കേസിൽ അവർക്ക് അവർക്ക് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ ഫോർകാസ്റ്റ്, ലൈക്ക് അവർ ഫ്യൂച്ചറിനെ തേടി നിൽക്കൂല. അവരെന്താണ് ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് അവരതിനെ നയിക്കുകയാണ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിൽ എന്ത് വരുന്നു അത് നോക്കി നിൽക്കാതെ അവർ ഓൾറെഡി ഓരോ കാര്യങ്ങളും ഫ്യൂച്ചർ ഇങ്ങനെ ആവണം എന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ട് അത് ഫോക്കസ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതാണ് ഡൈനാമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു നേച്ചറാണ് കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ചെയ്യണില്ല. ഒരു ഓർഗനൈസേഷൻ എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലത്തോളം ആ ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് അവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം. അദ്ദേഹത്തിന്റെ ജോലി കണ്ടിന്യൂ ആയിക്കാണ്ട് ചെയ്തുകൊണ്ടേ നിൽക്കണം. അതിനൊരു അവസാനമില്ല എന്നാണ് പറയുന്നത്. എട്ടാമത്തത് മാനേജ്മെന്റ് ഈസ് എ കോമ്പോസിറ്റ് പ്രോസസ്സ്. ഇവിടെ ഫങ്ഷൻസുമായിട്ടുള്ള ആ ഒരു സീരീസ് ആണ് ഇവിടെ എന്ത് പറയുന്നത്, ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്റ്റിങ്, പിന്നെ ഇത്രയും കാര്യങ്ങൾ ഉള്ള ഫങ്ഷൻസ്. അതായത് ഈ ഒരു ഓർഗനൈസേഷനിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ. ഈ ഒരു പ്രോസസ്സ് പ്ലാനിങ് ചെയ്തുകൊണ്ട് അവിടെ ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഒരു മാനേജ്മെൻറ്റ് റൂൾസും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്നത്. 9th പോയിന്റാണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. അതായത് ഇത് സെയിം പോയിന്റ്സിന് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ക്രിയേറ്റീവ് ഓർഗാൻ. അതായത് ഇവിടെ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല. അതിന് ഈ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം, സ്കിൽസ് വേണം. അപ്പോൾ ഈ ഒരു എംപ്ലോയീസിനെ മാനേജ്മെൻ്റാണ് അവർക്ക് സ്കിൽസുകളൊക്കെ വളർത്തിയെടുക്കുന്നത്. ബൈ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളിലൂടെയും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഈ ഒരു മാനേജ്മെൻ്റാണ് അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ നേടിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ നാച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.